ബെയിലിപ്പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു വൻ ദുരന്തം കുത്തിയൊലിച്ചെത്തിയ പുന്നപ്പുഴ ഇപ്പോൾ വളരെ ശാന്തമായി ഈ പാലത്തിനടിയിലൂടെ ഒഴുകുകയാണ്. ഇവിടുത്തെ ജീവിതങ്ങളും പതുക്കെ ശാന്തതയിലേക്ക്, പുനരധിവാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിവട്ടത്തുമൊക്കെ പ്രതീക്ഷയുടെ ഒരു പുഞ്ചിരി വെട്ടം ഇപ്പോൾ ഉദിക്കുന്നുണ്ട്. പക്ഷേ ഈ ചാറ്റൽ മഴ അത് ദുരന്തത്തിൻ്റെ ഓർമ്മയാണ്. ഒരിക്കലും മായാത്ത ആ ദിവസത്തിൻ്റെ, ജൂലൈ 30-ൻ്റെ ഓർമ്മ. നിത്യപൂജയും ദീപാരാധനയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴിവിടെ പ്രതീക്ഷയുടെ ഒരു അന്തിത്തിരി എപ്പോഴോ ആരോ കൊളുത്തിവെക്കാറുണ്ട്. ഈ നാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ കുർബാനയും 5 നേരത്തെ നിസ്കാരവും ഒക്കെയുള്ള പള്ളികളും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജീവിതം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ. പുനരധിവാസത്തിൻ്റെ സർക്കാർ പദ്ധതികൾ മുന്നോട്ട് പോകുന്നു. അവിടെ പക്ഷേ ഇന്ന് മാതൃകാ വീട് മാത്രമാണ് നിർമ്മിക്കുന്നത്. മറ്റു വീടുകളുടെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദുരന്തത്തിൻ്റെ 1-ാം വാർഷിക ദിനത്തിൽ ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ചയുണ്ടായിരുന്നത് ഹൃദയഭൂമിയിലായിരുന്നു. പുത്തുമലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മനുഷ്യരുടെ കബറിടങ്ങളിൽ കണ്ണീരുണങ്ങാത്ത ഓർമ്മകളുമായി ഉച്ചവരെയും ഉടവരെയും തേടിയെത്തിയ 100 കണക്കിന് മനുഷ്യർ. അവരുടെ തേങ്ങലുകൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ആ ഓർമ്മകൾ കൂടി ചേരുന്നതാണ് ഈ ദുരന്ത ദിനം. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടം. പക്ഷേ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ചിലതുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ സർക്കാരും നമ്മളും നാട്ടുകാരുമൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ജിബേഷിനൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.